മുഅ്മിനീങ്ങളെ, സൂറത്തുൽ മുൽക്ക് ധിക്കാരികളാകുന്ന ആളുകൾക്ക് ആകാശത്തുമിട്ടും ഭൂമിയുമിട്ടും അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് അവർ നിർഭയരാണോ എന്ന് പറഞ്ഞു. ഇനി വലഖദ് കസ്സബല്ലദീന മിൻ ഖബ്ലിഹിം ഫകൈഫ കാന നക്കീർ. അല്ലാഹു തആല പറയുന്നത്, ഈ മക്ക ഖുറൈശികളെക്കാട്ടി മുന്നോളു നബിമാരെ കളവാക്കിയ, അള്ളാഹുവിന്റെ ദീനെ കളവാക്കിയ ആളുമാർക്ക് വലിയതായിരിക്കുന്ന ശിക്ഷകൾ വന്നിട്ടുണ്ട്. ഫകൈഫ കാന നക്കീർ. അവർക്ക് വന്ന അസാബ്, അവർക്ക് വന്ന ശിക്ഷ എന്താണെന്നവർ അറിയില്ലേ? വലിയ വലിയ അസാബുകൾ മുൻകഴിഞ്ഞ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൗമിനിക്ക്, അതേപോലെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കൗമിനിക്ക്, അതേപോലെ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ കൗമിനിക്ക് വലിയ വലിയ ശിക്ഷകൾ അല്ലാഹു തആല നൽകി അവരെ ഹലാക്കാക്കിയിട്ടുണ്ട്. അതവർക്ക് ഓർമ്മയില്ലേ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം മതം പ്രചരിപ്പിക്കുമ്പോൾ നിഷേധികളാകുന്ന കാഫിരീങ്ങളോട് ചോദിക്കുകയാണ്, എന്താണ് മുൻകഴിഞ്ഞ നബിമാർക്ക് വന്ന, നബിമാരുടെ ധിക്കാരികളായ ഉമ്മത്തികൾക്ക് വന്ന ശിക്ഷ എന്താണ്? അതെല്ലാം ഖുർആനിൽ ധാരാളം സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തികളാകുന്ന ധിക്കാരികളായ ഫിർഔനിക്കും അതേപോലെ സത്യനിഷേധികൾക്കും വന്ന ആ അദാബിനെ കുറിച്ച് സൂറത്തുൽ അഅറാഫിൽ അല്ലാഹു തആല പറയുന്നു, വഖാലു മഹ്മാ തഅതീനാ ബിഹി മിൻ ആയത്തിൻ ലിതസ്ഹറനാ ബിഹാ വമാ നഹ്നു ലക ബിമുഅ്മിനീൻ. ആ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സത്യനിഷേധികളാകുന്ന ഉമ്മത്തികൾ പറഞ്ഞു, മഹ്മാ തഅതീനാ ബിഹി മിൻ ആയത്തിൻ ലിതസ്ഹറനാ ബിഹാ വമാ നഹ്നു ലക ബിമുഅ്മിനീൻ. ഓ മൂസാ നബിയെ, ഏത് ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്നാലും, ഞങ്ങളെ വശീകരിക്കാൻ എന്ത് ഇവിടെ ദൃഷ്ടാന്തങ്ങൾ ആയത്തുകൾ കൊണ്ടുവന്നാലും ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ, നിന്നെ കൊണ്ട് വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല. അഹങ്കാരത്തിന്റെ വാക്കാണത്. മൂസാ നബി അലൈഹിസ്സലാം പറയുന്നത്, നീ എന്ത് ദൃഷ്ടാന്തം ഇവിടെ കൊണ്ടുവന്നാലും, ഞങ്ങളെ വശീകരിക്കാൻ ഏത് ദൃഷ്ടാന്തം കൊണ്ടുവന്നാലും ഫമാ നഹ്നു ലക ബിമുഅ്മിനീൻ, നിന്നെ കൊണ്ട് വിശ്വസിക്കാൻ ഞങ്ങളില്ല. അപ്പോഴാണ് അല്ലാഹു തആല അവർക്ക് ഇറക്കി കൊടുക്കുന്നത്, ഫഅർസൽനാ അലൈഹിമു തൂഫാന വൽ ജറാദ വൽ ഖുമ്മല വല്ലഫാദിഅ വദ്ദമ ആയാത്തിൻ മുഫസ്സലാത്തിൻ ഫസ്തക്ബറു വകാനൂ ഖൗമൻ മുജ്രിമീൻ. അല്ലാഹു തആല തൂഫാൻ, വലിയ ജലപ്രവാഹം കടത്തിയിട്ട് അല്ലാഹു തആല അവർക്ക് വലിയ ശിക്ഷ കൊടുക്കുകയാണ്. മഴ വന്ന്, കാറ്റും മഴയും വന്നിട്ട് 7 നാളത്തോളം പുറത്ത് ഇളിയാവാത്തൊരവസ്ഥ, പുറത്ത് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥ വന്നു പോയി. അവർക്കുള്ള കൃഷികളെല്ലാം നശിച്ചു പോയി. അതേപോലെ അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ രക്ഷപ്പെടുത്തണം, നിന്നെ കൊണ്ട് വിശ്വസിക്കാൻ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ വിശ്വസിക്കുകയാണ്, തന്റെ റബ്ബിനോട് ദുആക്കണം. അങ്ങനെ ദുആയിരുന്നു. അവിടെ നിന്ന് പറയുന്ന കുറച്ച് സമയം അവർ നല്ല നിലക്ക് ജീവിച്ചു. പിന്നെയും അള്ളാഹു ധിക്കരിച്ച് നടന്നു. അപ്പോഴാണ് വൽ ജറാദ, ജറാദ് എന്ന പക്ഷി, ജറാദ് എന്ന പക്ഷിയെ ആ നാട്ടിലേക്ക് ഇറക്കിക്കൊണ്ട് അവർ എല്ലാ കൃഷികളെയും നശിപ്പിച്ചു. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. എല്ലാ കൃഷികളെയും ഉണ്ടാക്കി ആ ജറാദ് എന്ന പക്ഷം കൂട്ടം കൂട്ടമായിട്ട് വന്ന് അവരെ കൃഷികളെയും അവരെ ഫ്രൂട്ട്സുകളെയും, അതേപോലെ ആ ജറാദ് പക്ഷി വന്ന് അവർക്കുള്ള വീടുകളെയും അതേപോലെ അവർക്കുള്ള വസ്ത്രങ്ങളെയും അതാ കത്തരിക്കാൻ വേണ്ടി അവിടെ നിന്ന് തിന്നുകളയാൻ വേണ്ടി തുടങ്ങി. പക്ഷേ അവർക്ക് പുറക്ക് കടക്കാൻ ആവാത്ത അവസ്ഥ വന്ന് പോയി. അവരെ ഡ്രസ്സ് തിന്നുന്ന, അവരെ ഫ്രൂട്ട്സ് അവർക്ക് ഫ്രൂട്ട്സിനെ കട്ടാക്കിയിട്ട് തിന്ന്, അതേപോലെ കൃഷികൾ നശിപ്പിക്കുന്ന ആ നിലക്കുള്ള പക്ഷികൾ വന്ന് അവർക്ക് അല്ലാഹു തആല ശിക്ഷ കൊടുത്തു. അപ്പോഴും അവർ പറഞ്ഞു, മൂസാ നബിയെ, ഇനി ഞങ്ങൾ വിശ്വസിക്കും, ഇനി ഞങ്ങൾ വിശ്വസിക്കും. ഒന്ന് റബ്ബിനോട് ദുആരക്കണം, ഒന്ന് നിന്റെ റബ്ബിനോട് ദുആരക്കണം, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തണം. അപ്പോഴും മൂസാ നബി അലൈഹിസ്സലാം തന്റെ കയ്യിലുള്ള ബടി വന്ന് മശ്രിക്കിലേക്കും മഗ്രിബിലേക്കും കാട്ടിയപ്പോൾ ആ ജറാദ് പക്ഷിയെല്ലാം അവിടെ നിന്ന് ഓടിപ്പോയി. ജറാദ് പക്ഷിയെ കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്, അതൊന്നും സമയമല്ല. എന്താണ് ജറാദ് പക്ഷി ചൊല്ലിട്ടെന്ന്. അപ്പോ ആ നിലക്ക് മൂസാ നബി അലൈഹി ഇസ്ലാം ദ്വാരന്നപ്പോൾ
അതെല്ലാം അവിടുന്ന് അപ്പുറം ഇപ്പുറം അവിടുന്ന് ആ നാട്ടിൽ നിന്ന് തന്നെ പോയി. പിന്നെയും അവർ അള്ളാഹു ധിക്കരിക്കാൻ തുടങ്ങി. മൂസാ നബി അലൈഹി ഇസ്ലാമിനെയും മൂസാ നബിനെ കൊണ്ട് വിശ്വസിച്ച ആളുകളെയും അവർ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. സത്യനിഷേധികളായി അവർ പിന്നെയും ജീവിച്ചു. പിന്നെയും 1 മാസം കഴിയുമ്പോൾ ഖുർആൻ പറയുന്നു വൽ ഖുമ്മല, ചെറിയ ചെറിയ പാറ്റകളെ കൊണ്ടിട്ട്, കുമ്മൽ എന്ന് പറഞ്ഞാൽ പേന് എന്നാണ്, ചെറിയ ചെറിയ പാറ്റകളെ കൊണ്ടിട്ട് അള്ളാഹു തആല അവർക്ക് എന്താക്കി, അദാബ് വീണ്ടും ഇറക്കി കൊടുത്തു. ഫസല്ലല്ലാഹു അലൈഹിമുൽ ഖുമ്മല, അങ്ങനെ എന്താക്കി അവരെ മേലെ ഒരു കൂട്ടം ചെറിയ ചെറിയ പാറ്റകൾ, പേനുകളെ പോലെയുള്ള പാറ്റകൾ അള്ളാഹു ഇറക്കി. അങ്ങനെ 7 ദിവസത്തോളം ആ പാറ്റകൾ ഭൂമിയിൽ ഉണ്ടായി. ഫലം യബ്ഖ ലഹും, അവർക്കുള്ള കൃഷികളെയും അതേപോലെ അവർക്കുള്ള ഭൂമികളും ഫുള്ളായിട്ട് പാറ്റകളെ കൊണ്ട് നിറഞ്ഞുപോയി. അവർ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൽ ആ പാറ്റകൾ വീണാൻ തുടങ്ങി. അതേപോലെ അവരുടെ വസ്ത്രത്തിന്റെ ഉള്ളിലേക്കും അവരെ തോലിന്റെ ഉള്ളിലേക്കും അതേപോലെ അവരെ മുടി തിന്നാൻ തുടങ്ങി. അവരെ തലയിലുള്ള മുടി അത് തിന്നാൻ തുടങ്ങി. അതേപോലെ ഈ പിരിയമുണ്ട്, ഈ പിരിയത്തിലുള്ള ഈ മുടിനെയും തിന്നാൻ തുടങ്ങി. അവർക്ക് ഒരു നിലക്ക് ഉറങ്ങാൻ പോലും ആവാത്ത അവസ്ഥ വന്നു പോയി. ആ നിലക്കുള്ള ശിക്ഷ കൊടുത്തപ്പോൾ വീണ്ടും അവർ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, ഒന്ന് ദുആ ചെയ്യണം, ഇനി ഞങ്ങൾ എന്താക്കൂല, ധിക്കരിച്ച് നടക്കൂല. മൂസാ നബി അലൈഹി ഇസ്ലാം ദുആയിരുന്നു. അള്ളാഹു എത്ര കാരുണ്യമുള്ളവരാണ് എന്ന് നമുക്കൊരു പാഠമാണ്. മൂസാ നബി അലൈഹി ഇസ്ലാം ദുആയിരുന്നപ്പോൾ ആ പാറ്റകളെല്ലാം അവിടെ നിന്നുണ്ടായി നശിച്ചു പോയി, അവിടെ നിന്ന് പോയി. പിന്നെയും അവർ ധിക്കരിക്കാൻ തുടങ്ങിയപ്പോൾ, പിന്നെയും റബ്ബിനെ ധിക്കരിക്കാൻ തുടങ്ങിയപ്പോൾ ഖുർആൻ പറയുന്നു അവർക്ക് ഞങ്ങൾ വല്ലഫാദിയ, തവളകളെ ഇറക്കി കൊടുത്തു. തവളകൾ ഇറക്കി കൊടുത്തു. ആ തവളകൾ അവരെ വീട്ടിലും ഇരിക്കുന്ന സ്ഥലത്തും അത് ഫുള്ളായിട്ട് നിറഞ്ഞുപോയി. പരസ്പരം അങ്ങ് പളക്ക പറയുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ കേൾക്കാത്തൊരവസ്ഥ വന്നു പോയി. കാരണം തവളയുടെ ശബ്ദമാണ്. അവർ ബായി തുറന്നാൽ തവളകൾ ബായിന്റെ ഉള്ളിലേക്ക് കടക്കാൻ തുടങ്ങി. ആ നിലക്ക് അവർ ഗതി മുട്ടിപ്പോയി. ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോൾ പിന്നെയും ദുആരക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെയും ദുആരന്നു. ആ തവളകളെല്ലാം പോയി. പിന്നെയും അവർ ധിക്കരിച്ച് നടന്നപ്പോൾ ഖുർആൻ പറയുന്നു വദ്ധമ, അവർ കുടിക്കുന്ന വെള്ളത്തിനെ തന്നെ രക്തമാക്കി കഴിഞ്ഞു. എവിടെ അവർ പോയാലും, ഏത് പുഴയിൽ പോയാലും, ഏത് കിണറ്റിൽ പോയാലും അവർ എടുക്കുമ്പോൾ ആ വെള്ളം രക്തങ്ങളാണ്. അങ്ങനെ 7 ദിവസത്തോളം രക്തം തന്നെ കുടിക്കേണ്ടി വന്നു. അവസാനം ഫിർഔനും അവന്റെ ആളുകളും ഗതിമുട്ടിപ്പോയി, ദാഹം കൊണ്ട് പിടച്ചുപോയി. അവർക്ക് എവിടെയും കുടിക്കാൻ പറ്റിയ വെള്ളം കിട്ടാതെയായി പോയി. വലാ യശ്റബൂന സബഅത അയ്യാമിൻ ഇല്ല ദമ, 7 നാളത്തോളം അങ്ങ് കുടിച്ച തണ്ണി അത് രക്തമാണ്. രക്തത്തിൽ കുടിക്കുന്നതായിരിക്കുന്ന അവസ്ഥ. അപ്പോഴും അവർ എന്തായി ഗതിമുട്ടിയപ്പോൾ അവിടുന്ന് മൂസാ നബിയോട് പറഞ്ഞു, ലൈൻ കശഫ്ത അന്നാ ഹാദ ദമ, ഈ രക്തത്തിനെ ഒന്ന് നീ റബ്ബിനോട് ദുആരന്നിട്ട് അതിനെ ഇല്ലാണ്ടാക്കിയാൽ ലനുഅ്മിനന്ന ലക, നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും, നിന്നെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും. ഫദ്ദഅ, മൂസാ നബി അലൈഹിസ്സലാം ദുആരന്നു. ദുആരന്നപ്പോൾ ആ രക്തങ്ങളെല്ലാം പോയി. മുമ്പത്തെ പോലെ കുടിക്കാൻ നല്ല ശുദ്ധജലമായിട്ട് അള്ളാഹു മാറ്റിക്കൊടുത്തു. ഫആദൂ ലികുഫ്രിഹിം, അവർ എന്ത് ചെയ്യാനാ, പിന്നെയും കുഫറിലേക്ക് തന്നെ അവർ മടങ്ങി. പിന്നെയും കുഫറിലേക്ക് തന്നെ മടങ്ങി. അതാ ഖുർആൻ പറയുന്നു ഫസ്തക്ബറു, അവർ അഹങ്കരിച്ചു. വകാനൂ ഖൗമൻ മുജ്രിമീൻ, അവർ ധിക്കാരികളായ സമൂഹമായി മാറി. വലമ്മാ വഖ അലൈഹിം റിജ്സു, ഓരോ അദാബുകൾ വരുമ്പോൾ, അവരുടെ അടുത്തേക്ക് ഓരോ ശിക്ഷകൾ വരുമ്പോൾ ഖാലു, അവർ പറഞ്ഞു, യാ മൂസ, ഓ മൂസാ നബിയെ, ഉദ്ഉ ലനാ റബ്ബക, നിന്റെ റബ്ബിനോട് നീ ദുആരക്കണം. ബിമ അഇദ ഇൻദലക് ലഇൻ കശഫ്ത അന്ന റിജ്സ ലനുഅ്മിനന്ന ലക വലനുർസിലന്ന മാക ബനി ഇസ്രായീൽ, നിന്നെ കൊണ്ട് വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ഈ അദാബ് ഒന്ന് ഇല്ലാണ്ടായിപ്പോയാൽ, ഈ അദാബ് രക്ഷപ്പെട്ട് കിട്ടിയാൽ നിന്നെ കൊണ്ട് വിശ്വസിക്കാം, നിന്റെ റബ്ബിനോട് ദ്വാരക്കണമെന്ന്. ഫലമ്മാ കശഫ്ന അൻഹും റിജ്സ, ഖുർആൻ പറയുന്നു ഫലമ്മാ കശഫ്ന അൻഹും റിജ്സ ഇലാ അജലിൻ, ഒരു സമയം വരെ ആ അദാബിനെ ഞങ്ങൾ നീക്കിയപ്പോൾ ഹും ബാലിഗൂഹു ഇദാഹും യൻകുസൂൻ, പിന്നെയും അവർ പിന്നെയും കുഫറിലേക്ക് തന്നെ അവർ മടങ്ങാൻ തുടങ്ങി. അപ്പോൾ ഫന്തഖംനാ മിൻഹും ഫഅഗ്റഖനാഹും ഫിൽ യമ്മി ബിഅന്നഹും കദ്ദബു ബിആയാതിനാ വകാനൂ ഗാഫിലീൻ. എന്ത് ചെയ്യാനാ, പിന്നെയും അവർ ആ കുഫറിൽ തന്നെ അവർ നിന്നപ്പോൾ ഞങ്ങൾ എന്താക്കി, വലിയ ശിക്ഷ കൊണ്ടുവന്ന് അവർ ഞങ്ങൾ എന്താക്കി,
വെള്ളത്തിൽ മുക്കിക്കുന്നു. അപ്പോ ഖുർആൻ ചോദിക്കുന്നു, ഇത് പാഠമല്ലേ? മുൻകഴിഞ്ഞ ആളുകൾക്ക് ഈ നിലക്കുള്ള അദാബ് കൊടുത്തിട്ടുണ്ട്, അവസാനം അവർ ഹലാക്കായി പോയിട്ടുണ്ട്. അതേ പാഠം നിങ്ങൾക്കും വരാൻ സാധ്യത ഉണ്ട്. നിങ്ങൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാണെന്ന് വിശ്വസിക്കുക എന്ന് അതാ ഖുർആൻ പഠിപ്പിക്കുന്നു. അതേപോലെ സ്വാലിഹ് നബി അലൈഹിസ്സലാമിനിക്ക് അവിടുത്തെ സമൂഹം ധിക്കരിച്ച് നടന്നപ്പോൾ ആ സമൂഹത്തിന് കൊടുത്ത ശിക്ഷയുണ്ട്. ഇൻഷാ അള്ളാഹ് നാളെ അതും കൂടി പറഞ്ഞ് നമുക്ക് എന്താക്കാം, ബാക്കിയുള്ള ആയത്തിലേക്ക് കടക്കാം. അർഹമുർ റഹീമായ അള്ളാഹു നമ്മളെ വക്തും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ എല്ലാ രോഗങ്ങളെയും നീ ശിഫയാക്കണം റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.